നമസ്കാരം. യുവർ സ്റ്റോറി ഈസ് നോട്ട് ഓവർ യെറ്റ്. നിന്റെ കഥ ഇതുവരെ അവസാനിച്ചിട്ടില്ല. പക്ഷെ എപ്പോഴും നാം ചിന്തിക്കുന്നത് നമ്മുടെ കഥ ഇവിടെ തീർന്നു, ഇനിയും നമുക്ക് മുന്നോട്ടൊരു യാത്രയില്ല, മുന്നോട്ടൊരു കഥയില്ല. ശരിക്കും അങ്ങനെ അവസാനിക്കേണ്ടതാണോ? ഇനി എത്രയോ ബ്ലോക്ക് ബസ്റ്ററുകൾ, മാസ് ഡയലോഗുകൾ, സൂപ്പർ ക്ലൈമാക്സുകൾ ഇതൊക്കെ വരണ്ടേ നിങ്ങളുടെ ജീവിതത്തിൽ? ഒരാളുടെ കഥ അവസാനിക്കുന്ന അയാളുടെ മരണത്തോടു കൂടിയാണ്. നിങ്ങൾ ജീവിച്ചിരിപ്പില്ലേ? പിന്നെ എങ്ങനെയാണ് കഥ അവസാനിക്കുന്നത്? നമുക്ക് പുതിയ പുതിയ രീതി കഥ എഴുതരുതോ? എന്തൊക്കെ രീതികളിൽ കഥ എഴുതാം? ജീവിതത്തിൽ വ്യത്യസ്തമായ രീതിയിൽ കൂടെ നമുക്ക് കഥ എഴുതാം. അതാണ് നമ്മുടെ ജീവിതം. ഒരിക്കലും നമ്മുടെ കഥ തീരുന്നില്ല. നാം വീണ്ടും വീണ്ടും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു, ചുറ്റുപാടുകളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അത് വെച്ച് നമുക്ക് നമ്മുടെ ജീവിതമാകുന്ന കഥ മുന്നോട്ട് കൊണ്ടുപോകാം. എവിടെയാണോ നമ്മുടെ കഥ ഇവിടെ തീർന്നു എന്ന് തോന്നുന്നത്, ശരിക്കും അത് നിരാശയുടെ ഒരു ഇതാണ്. നമുക്ക് ഓരോരുത്തർക്കും ഒത്തിരി ഒത്തിരി ഹിറ്റുകൾ ഇനിയും സമ്പാദിക്കാൻ പറ്റും ജീവിതത്തിൽ, ജീവിതമാകുന്ന ഹിറ്റുകൾ. കഴിഞ്ഞ നാളത്തെ കഥകളൊന്ന് പുറകോട്ട് പോയി നോക്ക്. ഒത്തിരി നല്ല തിരക്കഥകളുണ്ടായിരുന്നു, അതിലൊക്കെ ഒത്തിരി വിജയങ്ങളുണ്ടായിരുന്നു. ചിലതൊക്കെ പരാജയപ്പെട്ടതാണ്, അത് വിട്ടുകളാം. ജീവിതത്തിൽ വിജയിക്കുന്ന കഥകൾ മാത്രം തിരഞ്ഞെടുക്കുക, മുന്നോട്ട് എഴുതുക. അത് ചിലപ്പോൾ ഹിറ്റാവും, ചിലപ്പോൾ താഴെ പോയെന്ന് വരും. തീർന്നില്ല, വീണ്ടും എഴുതാം. ചിലത് ബമ്പറാവും. അപ്പോൾ ആ ബമ്പർ ഹിറ്റുകളായിരിക്കും നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ച് നിങ്ങളുടെ ജീവിതമാകുന്ന കഥ നിർത്താതെ മുന്നോട്ട് എഴുതാൻ ശ്രമിക്കുക. അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ആളുകളെ പരിചയപ്പെടാം, ഒത്തിരി ജീവിതം കാണാം, ഒത്തിരി ഒത്തിരി പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നിർത്തിയാൽ എല്ലാം അവിടെ അവസാനിക്കും. അതുകൊണ്ട് ആ നിരാശയൊക്കെ മാറ്റിവെച്ച് നല്ല ജീവിതമാകുന്ന കഥയിലെ പുതിയ പുതിയ നല്ല എഴുത്തുകാരാകുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതം നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഡോക്ടർ ഡഗ്ലസ്. താങ്ക് യു.